തിരുവനന്തപുരം കോർപ്പറേഷനിലെ അശാസ്ത്രീയ വാർഡ് നിർണയമെന്ന് പരാതി. ഭീമാപ്പള്ളിയിലെ 3 വാർഡുകൾ ചേർത്ത് ഒരൊറ്റ വാർഡാക്കി മാറ്റി. 17,223 വോട്ടർമാരാണ് ഇവിടെ പുതുക്കിയ വാർഡിലുള്ളത്. ഇതര വാർഡുകളേക്കാൾ 3 ഇരട്ടി വോട്ടർമാരാണ് ഈ വാർഡിലുള്ളത്. വിഷയം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല എന്ന പരാതിയും. ഡീലിമിറ്റേഷൻ വരുന്നതിന് മുന്നേയുള്ള ഈ ഇവിടുത്തെ വാർഡിന്റെ ക്രമം ഭീമാപ്പള്ളി ഈസ്റ്റ്, മാണിക്യവിള, ഇങ്ങനെ 3 വാർഡാണ് ഉണ്ടായിരുന്നത്. ഡീലിമിറ്റേഷൻ അവസാനിച്ചപ്പോൾ ഇത് ഒറ്റ വാർഡാക്കി ചുരുക്കി. അസസ് ചെയ്ത വീടുകളുടെ എണ്ണം വെച്ചിട്ടാണ് വാർഡിന്റെ ഡീലിമിറ്റേഷൻ നടത്തിയിട്ടുള്ളതെന്നാണ് നമ്മൾ പോയപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. തീരദേശത്തെ മുഴുവൻ വാർഡുകളിലും അസസ് ചെയ്യാത്ത വീടുകളുടെ എണ്ണം കൂടുതലാണ്. സഫ്വാൻ VP കൂടുതൽ വിവരങ്ങളുമായി. സഫ്വാൻ, എന്താണ് നമ്മൾ അവിടെ കാണുന്ന പ്രശ്നം? നിഷാദ്, നിലവിലുണ്ടായിരുന്ന മാണിക്യവിളാകം, ഭീമാപ്പള്ളി ഈസ്റ്റ്, തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഈ 3 വാർഡുകൾ ചേർത്ത് ഒറ്റ വാർഡാക്കി വാർഡ് പുനർനിർണയ സമയത്ത് മാറ്റി എന്നാണ് ഈ നാട്ടുകാരുടെ പരാതി. ഈ സമയത്ത് തന്നെ ഇവർ ഇതിനെ കുറിച്ച് പരാതി നൽകിയിരുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരുന്ന ഒരു വിശദീകരണം, ഇത് ശാസ്ത്രീയപരമായിട്ടാണ് ഈ നടപടി ചെയ്തിരിക്കുന്നത്, അതായത് വീടുകളുടെ അടക്കം എണ്ണം ഉപയോഗിച്ച് ചെയ്ത നടപടിയാണ്. വോട്ടർ ലിസ്റ്റ് പുറത്തു വരുമ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടായില്ല എന്നുള്ളൊരു വിശദീകരണം ആദ്യഘട്ടത്തിൽ തന്നിരുന്നു. എന്നാൽ സെപ്റ്റംബർ 2-ന് അന്തിമ പട്ടികയായി പ്രസിദ്ധീകരിച്ച ലിസ്റ്റും ഈ കഴിഞ്ഞ ദിവസം വീണ്ടും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ പുതുക്കാൻ അവസരം നൽകിയ ലിസ്റ്റും പരിശോധിക്കുമ്പോഴാണ് വലിയ അന്തരം ഈ ഭീമാപ്പള്ളി, പുതുതായി രൂപീകരിച്ച ഭീമാപ്പള്ളി വാർഡിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്കറിയാം, കോർപ്പറേഷനിലെ ഏറ്റവും വോട്ടർമാർ കുറഞ്ഞ വാർഡായ പാങ്ങപ്പാറയിൽ 3152 വോട്ടർമാരുണ്ടാകുമ്പോഴാണ് ഈ ഭീമാപ്പള്ളിയിൽ 17,000 കൂടുതൽ വോട്ട് വരുന്ന ഒരു അന്തരം നമുക്ക് കാണാൻ കഴിയും. എൻ്റെ ഒരു ഭീകരത നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റുള്ള വാർഡുകളുമായിട്ട് ശരാശരി വോട്ടർമാരുടെ എണ്ണം കമ്പയർ ചെയ്യുമ്പോൾ 3 ഇരട്ടിയോളമാണ് ഈ ഭീമാപ്പള്ളി, പുതുതായി രൂപീകരിച്ച ഭീമാപ്പള്ളി വാർഡിലുണ്ടത്. ഇത് സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന ഒരു മേഖലയാണ് ഭീമാപ്പള്ളി പ്രദേശം എന്ന് നമുക്കറിയാം. ഈ ആളുകളെ, ഇവിടുത്തെ ആളുകളുടെ വികസന പ്രാതിനിധ്യത്തിന് തന്നെ കോട്ടം തള്ളുന്ന, അവരെ പുറന്തള്ളുന്ന ഒരു നിലപാടാണെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. 17,000 വോട്ടുകൾ ഇവിടെ ഉണ്ടാവുമ്പോൾ ഇവിടുത്തെ ജനസംഖ്യാപരമായ കണക്കെടുക്കുമ്പോൾ 25,000-നടുത്ത് ആളുകൾ ഈ പ്രദേശത്ത് ഉണ്ടാകും. അപ്പോൾ തങ്ങളോട് കാണിക്കുന്ന ഒരു വിവേചനപരമായ നടപടിയാണ് ഇതിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നതെന്നാണ് ഇവരുടെ ആക്ഷേപം. തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നാകെ ഈ നേരത്തെ തന്നെ, അതായത് ഡീലിമിറ്റേഷൻ സമയത്ത് തന്നെ പരാതി ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും ആ സമയത്ത് കൃത്യമായ നടപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ വോട്ടർ പട്ടിക വന്നപ്പോൾ ആ വോട്ടർമാരുടെ ലിസ്റ്റ് എടുത്ത്, കോർപ്പറേഷനിലെ ഇതര വാർഡുകളുടെ വോട്ടർമാരുടെ ലിസ്റ്റ് എടുത്ത് പരിശോധിക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു മാറ്റം മനസ്സിലാക്കാൻ കഴിയുന്നത്. നിഷാദ്, ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ഒരു വാർഡാണ് ഈ പുതുതായി രൂപീകരിച്ച ഭീമാപ്പള്ളി എന്ന് നമുക്ക് കാണാൻ കഴിയും. ശരി, തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭീമാപ്പള്ളിയിലെ 3 വാർഡുകൾ ഒരുമിച്ച് ചേർത്ത് ഒരൊറ്റ വാർഡാക്കി മാറ്റിയിരിക്കുന്നു. 23,000 പേരാണ് അവിടെ വോട്ടർമാരുള്ളത്.